ഹായ് എവരിവൺ വെൽക്കം ടു മോം ലൈഫ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മട്ടൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈവനിങ്ങിന് പാരഡൈസ് ഫാമിലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടി ഞാൻ ഇതിലേക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതായത് ബിരിയാണിക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എരിവിനായിട്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് പുതിനയും മല്ലിയിലയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ചിട്ട് ചോപ്പറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 സവാളകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാളയെല്ലാം നല്ല കനം കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഞാനിത് അവിടെ സവാളയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പുതിനയിലയും മല്ലിയിലയും വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളം തോർന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 1 കിലോ കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കഴുകി കുതിരാനായിട്ട് വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കണം.
അപ്പോൾ ഞാനിതാ സവാളയെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ 1 കിലോ മട്ടൻ ഉണ്ട്. അത് തലേന്ന് തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും മഞ്ഞളും കുരുമുളകൊക്കെ ഇട്ടിട്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മട്ടൻ ബിരിയാണിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയിട്ട് അരച്ചെടുക്കാം. സവാള ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ഈ ചെറിയൊരു വെള്ള കളർ വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറിനായിട്ടുള്ള വെള്ളം എടുക്കാം. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിനാണ് എടുക്കുന്നത്. അപ്പോൾ അരി 5 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 7.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരി കുതിർത്തിട്ട് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിനെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി മസാല ആക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിനി വേവിക്കാതെ തന്നെ ഇതേപോലെ സവാള ഇട്ട് കൊടുത്ത് എടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്ത് അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിന ഇലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ.
നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബിരിയാണി മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ബിരിയാണി മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ. 2 ഫിസിൽ കേൾക്കണം കേട്ടോ. 2 ഫിസിലിൻ്റെ ആവശ്യം മതി. കാരണം നമ്മളിത് തലേന്ന് വേവിച്ച് വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് 2 ഫിസിൽ കേട്ടാൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ചോറ് റെഡിയാക്കാനായിട്ട് പാത്രം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 6 ഗ്രാമ്പുവും 6 ഏലക്കയും പട്ടയും പിന്നെ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയില്ല, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അതൊന്ന് ചെറുതായിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അരി പൊട്ടിപ്പോകാതെ മെല്ലെ വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിരുന്ന് വേണം നന്നായിട്ട് വെന്ത് വരാൻ. അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നമുക്ക് അതൊന്ന് നന്നായിട്ട് വറ്റി കുറുകി വരണം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ചോറും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദം ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദം ചെയ്യാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പകുതിയോളം മസാല ഇട്ട് കൊടുത്തിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി മസാല എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ലെയറായിട്ടാണ് ദം മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് പകുതി ചോറ് ഇട്ട് കൊടുക്കാം. പകുതി ചോറ് കൂടി ഇട്ട് നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല, പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ലെയറിനായിട്ട് മസാല ഇട്ട് കൊടുക്കാം. അത് നിരത്തിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ചോറ് ഫുള്ള് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നാരങ്ങ നീരും പിന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരടപ്പടച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു വെയിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇടിയല്ലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ഇടിയല്ല. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് വിളമ്പാം. ഞങ്ങളിവിടെ ഒരുമിച്ചാണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വിളമ്പാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് കിടക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളിതാ പാരഡൈസ് ഫാമിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് ലേറ്റായിപ്പോയി. ഇവിടെ വരാനായിട്ട് ആഗ്രഹമുള്ളവർ കുറച്ച് നേരത്തെ വരാം കേട്ടോ. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇവിടെ മാക്സിമം എത്താൻ നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പാരഡൈസ് ഫാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് സ്ട്രോബെറി ഫാം കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാം എവിടെയാണെന്ന് ഇങ്ങനെ നോക്കി നടക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് താറാവിനെയൊക്കെ നമ്മളിങ്ങനെ കണ്ടു. അതിനെയൊക്കെ കണ്ടിട്ട് അതിനെയൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നെ വീണ്ടും നടന്നു കേട്ടോ. അപ്പോഴാണ് തിരിച്ച് നടന്നപ്പോഴാണ് നമ്മൾ കണ്ടത് അതിൻ്റെ സൈഡിലായിട്ട് 2 ഇങ്ങനെ കമ്പി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി അതിന് നടുക്ക് കൂടി ലൈനായിട്ട് നിൽക്കണം. എന്നിട്ട് വേണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ നമ്മളിത് സ്ട്രോബെറി ഫാമിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായ ആൾക്കാരെല്ലാം കംപ്ലീറ്റ് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ, പഴുത്തതൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ പച്ച സ്ട്രോബെറി മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പഴുത്തതൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. ഭയങ്കര വിഷമമായിട്ടോ. നമ്മളിത് പ്രതീക്ഷിച്ചാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മൾ വേഗം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ പാരഡൈസ് ഫാമിൻ്റെ ബാക്കി കൃഷികളൊക്കെ കണ്ടിട്ട് വേഗം തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അതിനകത്ത് നിൽക്കാനായിട്ട്. കാരണം നമ്മൾ സ്ട്രോബെറി ഫാം കാണാനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പിന്നെ വെറുതെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വേഗം ഇറങ്ങിയിട്ടോ. കുട്ടികൾ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ വന്നിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. എന്നിട്ട് 2 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സ്ട്രോബെറി ഫാമിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്കായിട്ട് വെയിറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.